സ്വദേശി കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി വിപുലമായ ആനുകൂല്യം പ്രഖ്യാപിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇതിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാർക്ക് വാഹന പാർക്കിങ്ങിന് ഇനി ഫീസ് നൽകേണ്ടതില്ല. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ബസ്സും മെട്രോയും ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിരക്കിളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും UAE കുടുംബക്ഷേമ മന്ത്രാലയവും ചേർന്ന് പ്രഖ്യാപിച്ച കുടുംബം ഒന്നാണെന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്വദേശികൾക്ക് വലിയ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. കുടുംബക്ഷേമ മന്ത്രി സന ബിന്ത് മുഹമ്മദ് സുഹൈൽ, RTA ചെയർമാൻ മദാർ അൽ തായർ എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സ്വദേശി പൗരന്മാർക്കും കുടുംബാംഗങ്ങൾക്കും സുരക്ഷിത യാത്രയും നിരക്കിളവുകളും ഇതിലൂടെ ഉറപ്പാക്കുന്നു. ഇതനുസരിച്ച് മുതിർന്ന പൗരന്മാരുടെ പേരിലുള്ള വാഹനങ്ങൾക്ക് ദുബൈയിൽ പാർക്കിംഗ് ഫീസ് നൽകേണ്ടതില്ല. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ബസ്, മെട്രോ, ട്രാം, അബ്ര തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിരക്കിളവുമുണ്ടാകും. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ വാഹനങ്ങളെ പാർക്കിംഗ് ഫീസിൽ നിന്നും ടോളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരക്കാരുടെ വാഹന രജിസ്ട്രേഷനും പുതുക്കലും സൗജന്യമായിരിക്കും. ഇതിനു പുറമെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ സൗജന്യ യാത്രയും അനുവദിക്കും. സ്വദേശി പൗരന്മാർ വീടുകളിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മെട്രോ, ബസ്, അബ്ര സ്റ്റേഷനുകളിൽ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്താനും അനുവദിക്കുമെന്നും RTA അറിയിച്ചു. RTAയിൽ ജോലി ചെയ്യുന്ന സ്വദേശി ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. RTAയുടെ ബസ്സിൽ രൂപമാറ്റം വരുത്തി കുട്ടികൾക്കായി മൊബൈൽ നഴ്സറി ആരംഭിക്കുന്നതടക്കമുള്ള പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. റിപ്പോർട്ടർ, ദുബായ്.